പെട്ടെന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മിക്കപ്പോഴും ഈ സിറ്റുവേഷൻ എപ്പോഴാണ് ഉണ്ടാവാന്നറിയോ? ജോബ് ഇന്റർവ്യൂസിൽ, അതുപോലെ തന്നെ പലതരം ഡിബേറ്റുകളിലൊക്കെ ആയിരിക്കും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫോർമുല ഞാൻ പറയാം. ദാറ്റ് ഈസ് 1 2 3 ഫോർമുല. 1 for 1 thing, 2 for 2 types and 3 for 3 steps. ഇനി എങ്ങനെയാണ് ഈ ഫോർമുല വെച്ചിട്ട് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ സീസണിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാമ്പഴം അല്ലെങ്കിൽ മാങ്ങ. മാങ്ങയെക്കുറിച്ച് പെട്ടെന്ന് സംസാരിക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോർമുല ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാമ്പഴത്തെക്കുറിച്ചാണ്. മാമ്പഴത്തെക്കുറിച്ച് ആദ്യം പറയാനുള്ളത് പഴങ്ങളുടെ രാജാവ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. മാമ്പഴം 2 വിധത്തിലുണ്ട്. മധുരമുള്ള മാമ്പഴവും പച്ചമാങ്ങയും. നമുക്ക് മാമ്പഴം വെറുതെ കഴിക്കാം, ജ്യൂസാക്കി മാറ്റാം, അല്ലെങ്കിൽ കറികളിലും ഉപയോഗിക്കാം. എങ്ങനെയാണ് ഈ 1 2 3 ഫോർമുല ഉപയോഗിച്ച് മാമ്പഴത്തെക്കുറിച്ച് പറഞ്ഞത് എന്ന് മനസ്സിലായോ? നമ്മൾ പറയുന്ന സെന്റൻസിന് ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ, അതേപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടി ഈ 1 2 3 ഫോർമുല വളരെയധികം യൂസ്ഫുൾ ആകും. മനസ്സിൽ തോന്നുന്ന ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡു ഫോളോ ഫോർ ഡേ 4.